വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നപ്പോൾ ഒരു അജിയോ ഹോളാണ്. ഞാൻ കുറച്ച് മുന്നേ വാങ്ങിയതും പിന്നെ ഈ അടുത്ത് വാങ്ങിയ കുറച്ച് ഡ്രസ്സസിൻ്റെ ഒരു ചെറിയൊരു ഹോളാണ്. അതിൽ ചിലത് ഞാൻ ഓൾറെഡി വാഷ് ചെയ്ത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒക്കെ കൂടിയുള്ളൊരു മിക്സഡ് റിവ്യൂ ആണ്. ഇതിൽ കുർത്തീസ് ഉണ്ട്, പിന്നെ കുർത്ത ഉണ്ട്, പിന്നെ ടോപ്സ് ഉണ്ട്, പിന്നെ ഒരു കഫ്താനും ഉണ്ട്. ടോട്ടലി 5 ഡ്രസ്സസാണ്. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ആദ്യത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഇതൊരു വൈറ്റ് നല്ല ജയ്പൂർ പ്രിൻസ് വരുന്ന ഒരു കുർത്തയാണ്. ഇത് ആക്ച്വലി എനിക്ക് ഈ ജയ്പൂർ പ്രിൻസ് വരുന്ന കുർത്താസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ വൈറ്റിൽ ഇങ്ങനെ പിങ്ക് കളേഴ്സൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിത് അജിയോയിൽ എന്തോ സെയിലിനോ അങ്ങനെ എന്തോ ഞാൻ കണ്ടതായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ മറ്റേ റിലയൻസ് ട്രെൻഡ്സിൽ ഞാൻ കണ്ടിരുന്നു, പക്ഷേ അത് എൻ്റെ സൈസ് അല്ലാത്തതുകൊണ്ട് ഞാനന്ന് എടുത്തില്ല. പിന്നെ അവിടെ ഓൾറെഡി അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, വേറെ സൈസസും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ അജിയോയിൽ ഇത് കാണുന്നത്. അപ്പം ഞാൻ അതപ്പം തന്നെ ഓർഡർ ചെയ്തു, കണ്ണും പൂട്ട് ഓർഡർ ചെയ്തു. ആൻഡ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ്. ഇത് ജസ്റ്റ് വാഷ് ചെയ്താലൊന്ന് അതിൻ്റെ ആ സ്റ്റാർച്ച് പോവും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് സ്റ്റാർച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അത്യാവശ്യം സീ ത്രൂ ആണ്, അതായത് അത്യാവശ്യം നമുക്ക് ഉള്ളിലോട്ട് നിഴലടിക്കും നന്നായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താ വെച്ചാൽ ലെയറിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ റേറ്റ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കുക, എനിക്ക് ഓർമ്മയില്ല എത്രയായിരുന്നു. ആൻഡ് ഇത് നല്ല കോട്ടണി, നല്ല നല്ല സുഖമാണ് ഇതിടാൻ. എനിക്ക് അല്ലെങ്കിലും കോട്ടൺ ഡ്രസ്സസ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ഔട്ട്ഫിറ്റ്. രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുർത്തയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു കളറാണ്, ഞാൻ കളറിലാണ് വീണുപോയത്. ആൻഡ് നല്ല കോട്ടണുമാണ്, നല്ല പ്രിൻറ്റുമാണ്. ഇതിൻ്റെ റേറ്റ് ഇത്രയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് നല്ല രസമുണ്ട്, അതായത് ഒരു ഓവർ സൈസ്ഡ് അല്ല. ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ജസ്റ്റ് യോക്കിൻ്റെ അവിടെ നല്ല ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ടൈപ്പ് കുർത്തയാണ്. ഇത് നല്ല രസമുണ്ട്. ഞാൻ ഓൾറെഡി കുറച്ച് ചബ്ബി ആയതുകൊണ്ട് ഒന്നുകൂടി ഫാറ്റ് ആയ പോലെ തോന്നും, പക്ഷേ എനിക്ക് അങ്ങനത്തെ ഡ്രസ്സസാണ് ഇഷ്ടം. ആൻഡ് ഇത് നല്ല കംഫർട്ടബിളാണ് ഇടാൻ, ഭയങ്കര കംഫർട്ടബിളുമാണ്. എനിക്ക് തോന്നുന്നു നല്ല കോട്ടണുമാണ്, കാരണം അലക്കിയിട്ടും നല്ല അതേപോലെ തന്നെ ഉണ്ട്, കളറൊന്നും ഇളകുന്നൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ജനസ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. ആൻഡ് ഈ കുർത്തേൻ്റെ ബ്രാൻഡ് നമ്മൾ ട്രെൻഡ്സിൻ്റെ ബ്രാൻഡ് ഉണ്ടല്ലോ, ആവാസ, ആ ബ്രാൻഡാണ് ഈ കുർത്ത. ഇത് നല്ലൊരു കുർത്ത, എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളറും പിന്നെ നല്ല മെറ്റീരിയലുമാണ്. ഇത് നല്ല അത്യാവശ്യം വേർത്താണ്, ആ പൈസക്ക് ഇത് വേർത്താണ്. നെക്സ്റ്റ് ഒരു ടോപ്പാണ്, ഒരു പെപ്ലം ടോപ്പ് എന്നൊക്കെ പറയൂലേ, കൈകി ഇവിടെ ഇങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ടോപ്പാണ് ഇത്. പെപ്ലം എന്നോ അങ്ങനെന്തോ പറയാം, എനിക്ക് ആക്ച്വലി ഇതിൻ്റെ പേരറിയില്ല. ഇത് ഞാൻ യൂസ് ചെയ്തതാണ്, കുറേ തവണ ഞാൻ വാഷ് ചെയ്തു, പക്ഷേ നല്ല കംഫർട്ടബിളാണ്. ഇതിൻ്റെ മെറ്റീരിയൽ റയോണാണ്. ഞാനിതൊരു ബ്ലാക്ക് ട്രെഗിൻസിൻ്റെ കൂടെയാണ് പെയർ ചെയ്യാറ്. അപ്പോൾ ഇത് ലൂസ് ടോപ്പും പിന്നെ നല്ല ടൈറ്റ് ട്രെഗിൻസും കൂടി ആകുമ്പം നല്ല രസമാണ് കാണാൻ. ആക്ച്വലി ഇത് നല്ല മുട്ടിൻ്റെ കുറച്ച് മേലെയാണ് കിടക്കുക. ഇത് എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ടോപ്പാണ്. ഇത് ഏതാ ബ്രാൻഡ്? ഇൻവേവ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സ് ഇടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിയത് ലാർജ് എനിക്ക് ഇട്ട് നോക്കിയപ്പം കുറച്ച് ലൂസായിരുന്നു. അപ്പം ഞാൻ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് മീഡിയം വാങ്ങിക്കുകയാണ് ചെയ്തത്. സംഭവം കൊള്ളാം, കുറേ ഞാൻ ഇട്ട് നോക്കി. ആൻഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ഇങ്ങനെ നരച്ചിട്ടൊന്നുമില്ല. എപ്പോഴും ഒരു കുറച്ച് അത്യാവശ്യം ഒരു 3 to 4 ടൈംസോളം ഞാൻ വാഷ് ചെയ്തതാണ് ഈ ടോപ്പ്. ഇതും ഞാൻ അജിയോന്ന് ഓർഡർ ചെയ്തതാണ്. എനിക്ക് എല്ലാത്തിനും നല്ല നല്ല സാധനങ്ങളെ അജിയോന്ന് ഇതുവരെയായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ പെട്ട ഒരു സാധനമാണ് ഇത്. അടുത്തത് ഈ ഒരു യെല്ലോ കഫ്താനാണ്. ഇത് ആക്ച്വലി ഞാനൊരു ഹൽദി പരിപാടിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ യെല്ലോ, അതായത് ഞാൻ ഹൽദിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിയാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ കുറച്ച് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മഞ്ഞ കളർ ഡ്രസ്സ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഓൺലൈനിൽ കണ്ടു. ഓൾറെഡി എനിക്ക് ഓവർ സൈസ്ഡ് അല്ലെങ്കിൽ കഫ്താൻസിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കഫ്താനും കൂടി ആയതുകൊണ്ട് അത് യെല്ലോ കളറും. അപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഇത് വാങ്ങി. ഇത് അത്യാവശ്യം നല്ല സുഖമുണ്ട്. ഒരു റയോൺ മെറ്റീരിയലാണ്, കോട്ടൺ അല്ല. അത്യാവശ്യം സീ ത്രൂ ഉണ്ട്.
അത് അതിനനുസരിച്ച് നമ്മൾ ലെയർ ചെയ്യണം. ആൻഡ് ഇതും വലിയ റേറ്റ് ഒന്നുമില്ല, അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. ആൻഡ് ഇതും ഈ കഫ്താൻ്റെ ബ്രാൻഡിൻ്റെ പേര് ലെറ്റ്സ് ഡ്രസ് അപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. അത് മിന്ത്രയിലും അജിയോയിലും ഒക്കെ ഉണ്ട് ഈ ബ്രാൻഡ്. ആൻഡ് ഇത് അത്യാവശ്യം അഫോർഡബിൾ ആണ്, ബിലോ 1000 ആണ്. എങ്ങനെ പോയാലും ഒരു 700 അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. റേറ്റ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാൻ വീണ്ടും. ആൻഡ് ഓരോ ഡ്രസ്സിൻ്റെയും കൂടെ ഞാൻ റേറ്റ് സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. ആൻഡ് ഇതും വർത്ത് ദ ബൈ ആയിരുന്നു ഇത്. പൊതുവെ യൂസ് ചെയ്യേണ്ട ഡ്രസ്സസിന് ഭയങ്കര മോശം അഭിപ്രായം. ഐ മീൻ നല്ല ഡിസൈൻസ് ആയിരിക്കും, പക്ഷെ തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സായിരിക്കും, മെറ്റീരിയൽ ആയിരിക്കും. പക്ഷെ ഞാനിത് യൂസ് ചെയ്യുന്നത് അജിയോയിലുണ്ടല്ലോ യൂസ്ഡ്, അതിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഈ ഒരു ടോപ്പ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്ലൂ പാൻസ് ആയിരുന്നു. പക്ഷെ ബ്ലൂ പാൻസും കൂടി ഇട്ടപ്പോൾ രണ്ടും കൂടി ലൂസ് ആയപ്പം എൻ്റെ സൈസ് കുറച്ച് കൂടിയ പോലെ തോന്നുന്നു. അപ്പോൾ ഞാനത് ജീൻസിൻ്റെ കൂടെയാണ് ഇപ്പോൾ പെയർ ചെയ്യാറ്. ആൻഡ് ഇത് അത്യാവശ്യം നല്ലൊരു തുണിയാണ്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു കോട്ടൺ തുണി എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്തിട്ട് കേടേ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു തുണി എന്തായാലും കേടുവരില്ല. പക്ഷെ തീരെ റേറ്റ് ഇല്ല, ഭയങ്കര കുറവാണ്, അത്യാവശ്യം ഭയങ്കര റേറ്റ് കുറവാണ്. പക്ഷെ ഇതിൻ്റെ സൈസ് S ആട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. ബാക്കി എല്ലാത്തിൻ്റെയും സൈസ് മീഡിയം ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ഈ കുർത്തേൻ്റെ ഡ്രസ്സിൻ്റെ സൈസ് S ആണ്. എൻ്റെ ഇതിൽ കണ്ടു ചെറിയൊരു എംബ്രോയിഡറി ഒക്കെ വരുന്നുണ്ട് ഈ സൈക്കിളിൽ. അതിൻ്റെ മേലെ ഒരു പിങ്ക് കളർ, ഒരു കോൺട്രാസ്റ്റ് തോന്നിക്കുന്ന പോലെ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ സെയിം പാനൽ കട്ടോ അങ്ങനെ എന്തോ ഒരു ടൈപ്പ് ഓഫ് കട്ടാണ് ഇവിടെ. ഇങ്ങനത്തെ ഒരു കട്ട്, പാനൽ പ്രിൻസസ് കട്ടൊന്ന് ചെരിച്ച ഒരു ടൈപ്പ് ഒരു കട്ടാണ് ഇത്. പക്ഷെ അത്യാവശ്യം നല്ലൊരു കുർത്തയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇതും വേർത്താണ്. എനിക്ക് പേഴ്സണലി ഇതും ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഞാൻ 2 കുർത്ത ഈ അടുത്തായിട്ട് വാങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആയിരുന്നു ഈ അജിയോ ഹോൾ. കാരണം എൻ്റെ കയ്യിൽ ഒരു അത്യാവശ്യം ഡ്രസ്സസൊക്കെ അജിയോ എന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു ഹോൾ ചെയ്തുകൂടാ. ആൻഡ് എൻ്റെ ചില ഫ്രണ്ട്സും പറഞ്ഞു ഹോൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന. അങ്ങനെ അവരുടെ ഒരു മോട്ടിവേഷൻ്റെ പിന്നിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ആസ് എ ബിഗിനർ, ഞാനൊരു വെറും ബിഗിനറായിട്ടുള്ളൊരു യൂട്യൂബറാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൊന്ന് അറിയിക്കുക, എന്നാലേ അതെനിക്ക് ബെറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.